ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ സിമ്പിൾ സ്നാക്കായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. സവാള നമുക്ക് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ കുക്കുംബറാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കൂടെ നമുക്ക് ഒരു ബൗളിലേക്ക് ചേർക്കാം. നെക്സ്റ്റ് ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഞാനൊരു അരക്കപ്പ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് വേവിച്ചെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഇത് കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ളൊരല്പം മല്ലിയിലാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടി കൂടെയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മയണൈസാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് മയണൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മയണൈസ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ചിക്കനും മയണൈസും വെജിറ്റബിൾസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയാണ്. ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഒരു സ്നാക്ക് ഒരു 10 വരെയൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 6 തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ബ്രെഡാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 6 ബ്രെഡിൻ്റെയും ബ്രൗൺ സൈഡ്സൊക്കെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എടുത്തിട്ടുള്ള ഓരോ ബ്രെഡും അല്പം വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ തന്നെ ഇതിലുള്ള എക്സ്ട്രാ വെള്ളമൊക്കെ നല്ല പോലെ തന്നെ പോയി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബ്രെഡ് നല്ല പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയാണ് നമ്മളിതുപോലെ ഒന്ന് വെള്ളത്തിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വെള്ളമൊക്കെ ഒന്ന് കളയുന്നത്. ഇനി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ആണ് ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ബ്രെഡ് നല്ല ഒരു ബോളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബോളാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ നേരത്തെ ആ ഒരു ബ്രെഡിൻ്റെ ബ്രൗൺ സൈഡ്സ് കട്ട് ചെയ്തെടുത്തില്ലായിരുന്നു, അത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ കൂടെ നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ തയ്യാറാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഞാനിവിടെ ചൂടാക്കിയിട്ടുണ്ട്. ഓയിൽ നല്ല പോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഒരു ഗോൾഡൻ കളർ ആവുന്നവരേക്കും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മറ്റേ സൈഡ് കൂടെ ഈ ഒരു രീതിക്ക് തന്നെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ ഓയിലിന് എടുക്കാവുന്നതാണ്. ഒരുപാട് കുക്കിംഗ് ആവശ്യമില്ലാത്ത ഒരു സ്നാക്കാണ്. ഈ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് കുക്കിംഗ് ആവശ്യമുള്ളൂ. ഫില്ലിംഗ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡിയാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസ് മിസ്സാവാതെ കിട്ടാൻ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക്